ഹായ്, റീബർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനിരുന്നതല്ല. കാരണം ഞാൻ ഇട്ട 2-3 വീഡിയോസിൽ ആത്മാക്കളെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് തന്നെ വാട്സപ്പിലായാലും ഇടുന്ന വീഡിയോസിനിടയിലായാലും കുറച്ച് ആർഗ്യുമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ശരിക്കും ആത്മാവെന്ന് പറഞ്ഞൊരു സങ്കല്പം ഉള്ളതാണോ? അപ്പം അതിനെക്കുറിച്ചൊരു പിക്ചർ ഈ അടുത്തിടയ്ക്ക് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരികയുണ്ടായി. അരിസോണ യൂണിവേഴ്സിറ്റി അനസ്തറ്റി വിഭാഗം ഡോക്ടറും സൈക്കോളജി വിഭാഗം പ്രൊഫസറുമായ ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആൾക്കാരിൽ ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ഊർജം പുറത്തേക്ക് പോകുന്നതായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ആ ഊർജം തന്നെയാണ് ആത്മാവെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആത്മാക്കൾക്ക് ശരിക്കും വേദന ഉണ്ടാകുമോ? മറ്റൊരു വീഡിയോയിൽ ഇതിനു മുന്നേ പറയുകയുണ്ടായി, ധ്യാനാവസ്ഥയിലും ഉറക്കത്തിൻ്റെ ആ ഒരു ഡീപ്പ് സ്ലീപ്പിങ്ങിലോട്ട് നമ്മൾ പോകുന്ന സമയത്തും നമ്മുടെ സോള് പുറത്തേക്ക് പോകുന്നുണ്ട്, ആസ്ട്രൽ ബോഡി പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ആസ്ട്രൽ ബോഡി ശരീരവുമായിട്ടൊരു സിൽവർ കോഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സിൽവർ കോഡ് കണക്റ്റഡ് ആവുകയും ആസ്ട്രൽ ബോഡി റിലീസ് ചെയ്യപ്പെടുകയാണ്, എന്നേക്കുമായിട്ട് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധ്യാനത്തിൻ്റെ സമയത്തും ഡീപ്പ് സ്ലീപ്പിങ്ങിൻ്റെ സമയത്തും ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആസ്ട്രൽ ബോഡി പുറത്തു പോകുന്ന സമയത്ത് ആ ശരീരത്തെ പുറത്തു വന്ന ആ സോള് കുറേ അധികം നേരം ഇങ്ങനെ വാച്ച് ചെയ്ത് തൻ്റെ തന്നെ ശരീരത്തെ കുറേ അധികം നേരം നോക്കി നിന്നിട്ടാണ് പിന്നെ പ്രയാണം ചെയ്യാൻ പോകുന്നത്, അല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് മരിച്ചുപോയ ഒരാളുടെ സോള് മരിച്ച് പുറത്തു വന്നതിന് ശേഷം ആ ശരീരത്തെ നോക്കി കുറേ അധികം നേരം നിൽക്കുന്ന സമയത്തും അതിന് മനസ്സിലാവുന്നില്ല താൻ ഈ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണെന്ന് അതിന് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായതുകൊണ്ട് അതിൻ്റെ വിചാരം പുറത്ത് പോയിട്ട് കയറാം എന്നുള്ളൊരു വിചാരമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ പറയണമെങ്കിൽ ഞാനിതിന് ആളല്ല. കാരണം നമുക്കറിയാൻ പറ്റാത്ത ഒരു വേൾഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നിറയെ കോൺട്രവേഴ്സീസ്, എൻ്റെ അറിവുകളായിരിക്കില്ല നിങ്ങളുടെ അറിവുകൾ, അല്ലേ? എല്ലാം ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്കറിയില്ല, നമ്മൾ മരിച്ച് പുറത്ത് പോകുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമുക്കറിയാൻ പാടില്ലാത്ത ഇത്തരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സോളിന് താൻ മരിച്ചു, തൻ്റെ ഈ ശരീരം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അത്തരത്തിൽ കുറച്ച് സമയമെടുക്കുന്ന ഈ സോള് തൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ പെരുവിരലുകളെ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുകയും ഇവിടെ ഇങ്ങനെ കെട്ടുകെട്ടുകയും മൂക്കി പഞ്ഞി വെക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് സാധിക്കില്ല. കാരണം ഓൾറെഡി അതിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇൻ കേസ് അങ്ങനെ കയറുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം അപാകതകൾ ഉണ്ടാവാം പിന്നീട് ആ ശരീരത്തിന്, അല്ലേ? കാരണം ഓൾറെഡി നശിച്ചുപോയ ശരീരത്തെ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അപാകതകൾ നികത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പം മരിച്ചുപോയി സോള് പുറത്തുപോയി ശരീരം വീണ്ടും വന്ന് കയറുകയാണെങ്കിൽ ആ ശരീരത്തിന് ഒത്തിരി അംഗഭംഗങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കയറാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ബോഡിയെ ചുറ്റിപ്പറ്റി തൻ്റെ ശരീരത്തെ താൻ ഇത്രയും കാലവും വസിച്ച് ആ ശരീരത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേ അധികം നേരം നിൽക്കും. അതെന്നാണോ നശിക്കപ്പെടുന്നത്, ആ ബോഡി എന്നാണോ മറവ് ചെയ്യുകയോ അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാവുകയോ ചെയ്യുന്ന അത്രയും സമയം ഈ ബോഡിയെ ചുറ്റിപ്പറ്റി ഈ സോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി വരും. പതുക്കെ ഇതിനിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ ശരീരം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ ബന്ധുക്കളുടെ വിലാപങ്ങൾ, കരച്ചിലുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഈ സോൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരത്തിൽ ഈ സോള് പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഇനി ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ സോൾ കൂടെ കൊണ്ടുപോകുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ പുണ്യവും പാപവും മാത്രമാണ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം കർമ്മങ്ങളെല്ലാം ഒരു ബോഡി ദഹിപ്പിച്ച് അല്ലെങ്കിൽ അടക്കി അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബന്ധുമിത്രാദികൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്കൊരു കോള് വന്നത്. അപ്പം ബന്ധുമിത്രാദികൾ പ്രാർത്ഥിക്കും തോറും ഈ സോള് തൻ്റെ ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന പാപങ്ങളുടെ അളവ് കുറയുകയും തനിക്ക് ലൈറ്റിൽ പോയതിന് ശേഷം നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാവോ? ഈ ജീവിതത്തിൽ ഈ മനുഷ്യൻ മരണം വരെയുള്ള ജീവിതത്തിൽ ജീവിച്ചു തീർത്ത അത്രയും കാഴ്ചകൾ ഈ സോള് പിന്നീട് കാണുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി
സോള് വിശകലനം ചെയ്യുകയാണ്. ആ ആത്മാവ് വിശകലനം ചെയ്യുകയാണ്. താൻ എന്തൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട്, താൻ എന്തൊക്കെ പാപം ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്കിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആത്മാവ് തന്നെ തീരുമാനിക്കും. ആ പരമാത്മാവിലേക്ക് ലയിക്കണമെങ്കിൽ തൻ്റെ കർമ്മങ്ങളുടെ കണക്കുകൾ തീരണം. അപ്പൊ താൻ ചെയ്ത തെറ്റുകളുടെ ഫലം തനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് യോഗ്യരായ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് സോൾ എത്തുന്നു. അപ്പോൾ പോകുന്ന അല്ലെങ്കിൽ തനിക്ക് ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബന്ധുമിത്രാദികൾ പ്രാർത്ഥിക്കും തോറും ആ പാപങ്ങളുടെ അളവ് കുറയുകയും നല്ലൊരു ഇച്ചിരൂടെ മെച്ചപ്പെട്ട ഒരു അച്ഛനെയോ അമ്മയോ ജീവിത സാഹചര്യങ്ങളോ തിരഞ്ഞെടുത്ത് അടുത്തൊരു ജന്മം സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്തടുത്ത കർമ്മങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ. മരണം ദഹിപ്പിക്കുന്നതും അടക്കുന്നതും ഒക്കെ ഒരുപാട് പ്രാർത്ഥനകൾക്കും ഓരോ മതവിശ്വാസത്തിനനുസരിച്ച് ഓരോ രീതിയിൽ അല്ലേ ആ ആത്മാവിന് മോക്ഷം കിട്ടണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് കൂടി പല പല ആചാരങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ബോഡി മറവ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ സോള്, ഈ ആത്മാവിൻ്റെ ചിന്തകൾ, ഈ ആത്മാവ് ഇത്രയും കാലം ജീവിച്ച ജീവിതം, ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് താൻ ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആത്മാവ് തന്നെ കാണുകയാണ്. അപ്പൊ ആ കാഴ്ചക്കകത്ത് ആത്മാവിന് വേദന ഉണ്ടാകും. താൻ ഇത്രയധികം പാപങ്ങൾ ചെയ്തിരുന്നുവോ, അപ്പൊ ഈ പാപങ്ങൾ വീണ്ടും തീർക്കണം എന്നുള്ള ചിന്തയാണ് ഈ സോളിന് വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മോശപ്പെട്ട ഒരുപാട് പാപങ്ങൾ ചെയ്തൊരു സോളാണെങ്കിൽ മോശപ്പെട്ട സാഹചര്യങ്ങളുള്ള അച്ഛനെയും അമ്മയും ഒക്കെ തിരഞ്ഞെടുക്കുകയും അവരുടെ ഭ്രൂണത്തിലേക്ക് വരികയും പിന്നീട് ആ ജീവിതം ജീവിച്ച് തീർക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പം പുണ്യവും പാപവും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പുണ്യവും പാപവും കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാം, മനസ്സും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലൈറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ മനസ്സിനെ പകുതി വഴി നിർത്തി ലൈറ്റിന്റെ തൊട്ടടുത്ത് മനസ്സിനെ നിർത്തിയിട്ട് ലൈറ്റിലേക്ക് കയറി പോവുകയാണ് സോള് ചെയ്യുന്നതെന്ന് വിശ്വാസങ്ങളിൽ പല പല ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ആത്മാവിന് സ്വയം തീരുമാനം എടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അതിൻ്റെ പുണ്യത്തിൻ്റെ അളവ് കൂട്ടാനും പാപത്തിൻ്റെ അളവ് കുറയ്ക്കാനുമായിട്ട് ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഇനി മുതൽ മരിച്ച വീടുകളിൽ പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രാർത്ഥന എപ്പോഴും ആത്മാവിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അനാവശ്യമായ ടോക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലേ. അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണ വീടുകളിൽ നല്ലത് മാത്രം പറയണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് സോള് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിഷമിക്കേണ്ടി വരും. മരിച്ചു പോയവരെക്കുറിച്ച് കുറ്റം പറയരുത് എന്ന് പറയുന്നതും ഈ ഒരു ലോജിക്കിൽ നിന്നാണ്. കാരണം ഇതൊക്കെ കേൾക്കുകയാണ് അല്ലേ, ശരീരം വിട്ട് പുറത്തു വരുന്ന ഈ സോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുണ്യത്തെയും പാപത്തെയും കൂടെ കൊണ്ടുപോകുന്ന സോളിന്, തൻ്റെ ജീവിതം മുഴുവൻ തിരിഞ്ഞു നിന്ന് കാണാൻ കഴിയുന്ന സോളിന് നന്മകളുള്ള ഒരു ജീവിതം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബന്ധുമിത്രാദികൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഓരോ മത ആചാരങ്ങളിലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഹിന്ദുസത്തിലാണെങ്കിൽ സഞ്ചയനം, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പോകുന്നു. ക്രിസ്ത്യനിസവും അത് തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. 41 ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മൈൻഡിനെ പോസിറ്റീവ് ആക്കി വെക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ കരയാനും കൂടുതൽ വിലപിക്കാനും സങ്കടപ്പെടാനും നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ അളവ് കുറയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇനിയും വേറൊരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അപ്പം ഞാൻ തേങ്ങലുകൾ കേൾക്കുന്നു, ധ്യാന സമയങ്ങളിൽ തേങ്ങലുകളാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ വരികയുണ്ടായി. എല്ലാ സോളും, എല്ലാ ആത്മഹത്യ ചെയ്യുന്ന സോളുകളും അല്ലെങ്കിൽ എല്ലാ ആക്സിഡൻറ്റിൽ മരിക്കുന്ന സോളുകളും അത്തരത്തിൽ തേങ്ങലുകൾ അനുഭവിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ നിരന്തരമായി വാട്സപ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. എല്ലാ ആത്മാക്കളും തേങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ മെച്യൂരിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ, ഇപ്പോൾ നമ്മൾ കാണും 11, 12 വയസ്സുള്ള കുഞ്ഞു കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ചൈൽഡിഷ് ആണ് അല്ലേ. അപ്പം പക്വതയിൽ അവർ പിന്നീട് എത്ര കാലം ഭൂമി ജീവിക്കണം അത്രയും കാലം ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ തേങ്ങലുകളുള്ള ആത്മാക്കൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാക്കളുമായിട്ട് സംസാരിച്ച് അവരെവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. നമുക്കത് അതിനുള്ള ഒരു ഇതില്ല. അപ്പോൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും പറഞ്ഞു വിടുകയും ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. അവരുടെ ആ ഒരു പേര് തേടി ഞാൻ പോകാറില്ല, ഒരാളും പോകാറില്ല. ഞാനും നല്ല ഒരാളും അങ്ങനെ അന്വേഷിച്ച് പോകാറില്ല.
കാരണം അത് പിന്നെ കൂടുതൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകാനൊക്കെ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം അതിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പുണ്യത്തെയും പാപത്തെയും വേർതിരിച്ചറിയാൻ സോളിന് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിന് അതിനുള്ള കഴിവുണ്ട്. പുണ്യവും പാപവും അത് വേർതിരിച്ച് അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അതിനറിയാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അത് കാണുകയല്ലേ. ശരീരം വിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം അത് കാണുന്നു തൻ്റെ ജീവിതം. ആ ജീവിതം കണ്ടിട്ടാണ് തനിക്ക് ആരൊക്കെ ഇനിയുള്ള ജന്മത്തിൽ കൂട്ട് വന്നു കഴിഞ്ഞാൽ, ആരുടെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ താൻ ഈ ജന്മത്തിൽ ചെയ്തേക്കുന്നതിൻ്റെ കണക്കുകൾ തീരുമെന്നുള്ളത് അത് തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ധ്യാനത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ധ്യാനത്തിലിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ സോളുകൾ വരികയും പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം എല്ലാവർക്കും അതിനുള്ള കഴിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ധ്യാനത്തിൻ്റെ ആ ഒരു ഡീപ്പിലോട്ട് പോകുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. കാരണം ഓരോ സോളുകളും വന്ന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ചെവിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് തോന്നും. നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വരുന്നതായിട്ട് തോന്നും. നമുക്കിങ്ങനെ പിറുപിറുക്കലുകൾ കേൾക്കാം. അങ്ങനെ പല അനുഭവങ്ങളും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി വരുന്നതല്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വരുന്ന സോളുകളാണ്. നിങ്ങൾ അത്തരത്തിൽ ധ്യാന സമയങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട അവസ്ഥയില്ല. ആ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. കണ്ണ് തുറക്കാതെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചോദിക്കാം, ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്തു തരേണ്ടത്. കാരണം ഓരോ സോളും ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്. അവർ വെറും ആത്മാക്കളായിട്ട് കണ്ട് പേടിക്കാതെ അവരെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് അവരെ പറഞ്ഞു വിടാൻ സാധിക്കുന്നതാണ്. അപ്പം എൻ്റെ പല വീഡിയോസും പലരിലും സംശയങ്ങൾ ജനിപ്പിക്കുകയും അത് ചോദിക്കാൻ വേണ്ടി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വെച്ചത്. അല്ലാതെ തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഒരു ക്ലാരിറ്റി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ അടുത്ത സമയത്ത് വേറൊരു ചോദ്യം എനിക്ക് വരികയുണ്ടായി. അത്തരത്തിൽ ആത്മഹത്യ എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സോളാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചറും കൂടി ഇന്ന് ഞാൻ തരാമെന്ന് വെച്ചു. ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സോളെന്ന് പറഞ്ഞ അത് ആ ശരീരത്തിൽ ഉണർന്നു കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പം ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും വന്ന വ്യക്തികൾ പെട്ടെന്ന് സ്പിരിച്വാലിറ്റിയിലോട്ട് കണക്റ്റഡ് ആവുന്നവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് കണക്റ്റഡായി വരുന്നവരും ഉണ്ടല്ലേ. ഈ ജന്മത്തിൽ ജനിച്ച് ആദ്യം ജീവിച്ചൊരു യൗവന കാലഘട്ടത്തിൽ തന്നെ സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുന്നവരും കുറേ അധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും യാത്രകളും സഹിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചറിവുണ്ടാകാൻ അല്ലെങ്കിൽ ആ സോൾ ആ ശരീരത്തിൽ ഉണരാൻ ഒരു സമയം വേണം. പെട്ടെന്ന്, അതായത് ഒരു യൗവന കാലഘട്ടത്തിൽ തന്നെ ആത്മീയതയിലേക്ക് വരുന്ന ആൾക്കാർ അത് പൂർവ്വജന്മത്തിൻ്റെ സുഹൃതവുമായിട്ട് ജനിക്കുന്നവരാണ്. അവരുടെ ശരീരത്തിൽ ഓൾറെഡി ആ ഒരു ആത്മാവെന്ന് പറയുന്നത് തിരിച്ചറിവുകളുള്ള ഒരു ആത്മാവാണ്. പക്ഷെ ഒരുപാട് കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ശേഷം ആത്മീയതയിലേക്ക് വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരു ബോധോദയം ഒക്കെ വരികയും ചെയ്യുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ആ സോൾ ഉണരാൻ വേണ്ടിയിട്ട്, നിന്നിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുകളും യാതനകളും പ്രപഞ്ചം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ആത്മീയത എന്ന് പറയുന്നത് ഉണരേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മീയതയുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു സമയമായിരിക്കുന്നു. അപ്പോൾ ഈ സോൾ ഉണരണം, സോൾ ചിന്തിക്കണം, സോളിന് ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നീട് 2-3 വേറൊരു ക്വസ്റ്റ്യൻസ് വരികയുണ്ടായി. ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നല്ല രീതിയിൽ ജീവിക്കുകയും സക്സസ് ആവുകയും ചെയ്യുന്നവരെ കാണുന്നല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അപ്പം അതിനൊരു ഉത്തരവെന്ന് ഞാൻ പറയാം. ആത്മഹത്യ ചെയ്യുന്ന ആ നിമിഷം ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് അതിലേക്ക് ചെല്ലുകയും തൊട്ടടുത്ത നിമിഷം ബോധം ഉണരുകയും ചെയ്യും. ആ ബോധം ഉണരുന്ന സമയത്ത് നമുക്കതിനെ റെസ്റ്റ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ടെൻഡൻസിയാണ്. കാരണം ചെയ്തത് അബദ്ധമായി പോയത് ഭാഗ്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി ഒരു പകുതി വരെ മരണത്തെ കണ്ടിട്ട് ജീവിതത്തിലേക്ക് വരികയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൽ സോൾ ഉണർന്നു കഴിഞ്ഞു. കാരണം സോളാണ് ആ വ്യക്തിയെ എനിക്ക് ഈ ശരീരം വേണമെന്നുള്ള നിർബന്ധത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉണർവെന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിൽ അവരുടെ സോൾ ഉണർന്നു കഴിയും. അപ്പം അതിനുള്ളൊരു ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, ഒരു ആക്സിഡൻറ്റിനെ ഫേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ഹാൻഡിൽ
ഓട്ടോമാറ്റിക്കലി അറിയാതെ തിരിഞ്ഞു പോകുന്നു. അവർ പോലും അറിയുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് ഹാൻഡിൽ പെട്ടെന്ന് തിരിഞ്ഞ് വളച്ച് പൊളച്ചെടുത്ത് സ്ട്രെയിൻ ആയിട്ട് നിന്ന് കഴിയുമ്പോഴാണ് അവർക്കുള്ളിലൊരു ബോധം വരുന്നത്. അയ്യോ, ഞാൻ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അയ്യോ, ഞാനല്ലല്ലോ, എൻ്റെ കൈകളല്ലല്ലോ പ്രവർത്തിച്ചത്, എൻ്റെ കൈകളിൽ കൂടി ആരാണ് പ്രവർത്തിച്ചത് എന്നൊരു ചിന്ത വരുന്നത്. അപ്പം അതവിടെ പ്രവർത്തിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങളുടെ ശരീരത്തിൽ കൂടി നിങ്ങളെ ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങളിനിയും ജീവിക്കേണ്ട ആളാണ്, നിങ്ങൾക്ക് മുന്നോട്ടൊരു ലൈഫ് ഉണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുകയാണ് അവിടെ. അങ്ങനെയുള്ള വ്യക്തികൾ ലൈഫിലേക്ക് സക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പറയുകയുണ്ടായി, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് അവരുടെ സോള് ഗുഹയിൽ കൂടി പോകുന്നത് വന്നിട്ട് തിരിച്ച് വന്നിട്ട് അവർ പറയുന്ന കേൾക്കുമ്പോൾ എന്താ അവർക്കൊക്കെ അങ്ങനെ പലർക്കും അങ്ങനെ തോന്നിയ ഒരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും അങ്ങനെ തോന്നുകയുണ്ടായി. അത് എനിക്ക് പലതവണയും ഞാൻ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു നേഴ്സ്, ഒരു പെങ്കൊച്ച്, ആ പെങ്കൊച്ചിൻ്റെ പേര് രാജി എന്നാ, അവളിങ്ങനെ വന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. കാരണം CPR കൊടുത്തതിന് ശേഷം കുറേ നേരത്തേക്ക് സംസാരിച്ചത് അത്രയും കടന്നുപോയ വഴികളെക്കുറിച്ചായിരുന്നു. ഞാൻ മരണത്തിലേക്ക് പോയി, ഞാനൊരു ഗുഹയിൽ കൂടെ പോയി, ലൈറ്റ് കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചതായിട്ട് അവളിങ്ങനെ റൂമിൽ വന്നിരുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ അതിന് അത്രയും ശ്രദ്ധ കൊടുത്തിട്ടില്ല. കാരണം അന്ന് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നാണിപ്പം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരുമ്പോഴാണ് കഴിഞ്ഞു പോയ കാലങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സിൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് പേര് സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോ ഇന്നിങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളും പിന്നെ കുറച്ച് അറിവിലേക്ക് കുറച്ച് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വരെ ബൈ. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫീമെയിൽസ് ഉള്ളയും ജെൻസ് ഉള്ളയും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്പറും അതിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.